എല്ലാവർക്കും നമസ്കാരം. ഞാനിത്തവണ ഡയബറ്റീസോ ഹാർട്ട് ഡിസീസോ ഹൈപ്പർ ടെൻഷനോ പോലുള്ള സ്ട്രോക്കോ പോലുള്ള കാര്യത്തെക്കുറിച്ചല്ല, പക്ഷേ പൊതുജനത്തിന് കുറച്ചുകൂടെ എന്താ പറയുക, പ്രായോഗികമായിട്ട് ഗുണം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പ്രാക്ടീസിൽ നമുക്ക് ഡോക്ടേഴ്സിന് തന്നെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഉപകാരപ്പെടുന്നൊരു പോയിൻ്റാണ് കവർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. ഫീവർ, പനി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 3-4-5 വർഷമായിട്ട് പലരും പറയുന്നുണ്ട് വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത ചുമ, ക്ഷീണം, കിടക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ക്ഷീണമൊക്കെ. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു 1.5 കിലോയിൽ താഴെ മാത്രം വെയിറ്റ് വരുന്ന നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാലറിയുടെ, ഗ്ലൂക്കോസിൻ്റെ 1/4 25% ഉപയോഗിക്കുന്നത്. ബ്രെയിനിന് ഗ്ലൂക്കോസ് മാത്രമേ പറ്റുള്ളൂ. അതേസമയം മസിൽ കോശങ്ങൾക്കും മറ്റ് പെരിഫറയിൽ മറ്റു പല കോശങ്ങൾക്കും മറ്റ് പല എനർജി സോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്, അങ്ങനെ പലത്. ഏത് വസ്തുവും കാർബോഹൈഡ്രേറ്റ് ആവട്ടെ, ഫാറ്റ് ആവട്ടെ, പ്രോട്ടീൻ ആവട്ടെ, കൺവെർട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു ഫാക്ടറിയും പൊതുവിതരണ പൊതുസംഭരണ കേന്ദ്രവുമാണ് നമ്മുടെ ലിവർ. അപ്പോൾ ഒരു വൈറസ് പോലെ, ബാക്ടീരിയ പോലുള്ളൊരു ഒരു രോഗമാണ് വരുന്നു. അവർക്ക് സർവൈവ് ചെയ്യണം പ്രകൃതിയിൽ. അതിനുവേണ്ടി നമ്മുടെ സിസ്റ്റം അവർ ഉപയോഗിക്കുകയാണ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്ലൂക്കോസും ഓക്സിജനോട് ചേർത്താൽ എനർജിയായി. വിറകും തീയും കൂടെ ചേരുമ്പോൾ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോലെ. അപ്പോൾ അത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അവർ നമ്മുടെ സെല്ലുലർ മെക്കാനിസങ്ങൾ ഉപയോഗിക്കുന്നത്. വൈറസ് ആവട്ടെ, ബാക്ടീരിയ ആയിട്ട് വന്നിട്ട്. പ്രത്യേകിച്ചും വൈറസിന് ബാക്ടീരിയ ഒഴിച്ചിട്ട് റിലേറ്റീവ്ലി സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ടും വൈറൽ ഫീവറിനെ കുറിച്ച് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ റിലവൻസ് കൂടുതൽ അതിനായതുകൊണ്ട്. ബാക്ടീരിയക്കെതിരെ പലപ്പോഴും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. വൈറൽ ഫീവറുകൾക്കെതിരെ കാര്യമായ മരുന്നുകൾ പലതിനും ഇല്ല, എല്ലാത്തിനും. ഇപ്പോൾ ഫ്ലൂവിനൊക്കെതിരെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒസൽട്ടാമിയൂർ, സനാമിയൂർ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ട്. കോവിഡ് വൈറസിനെതിരെ ഇപ്പോൾ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. വേറെയും ചില ചിക്കൻ ബോക്സ് അതുപോലെയുള്ള ഇതിനും ഒക്കെ നമുക്ക് മരുന്നുകളുണ്ട്. പക്ഷേ പല മെജോറിറ്റി വൈറസുകൾക്കെതിരെ നമുക്ക് പ്രതിരോധമില്ല. അപ്പോൾ വൈറസുകൾ വരുമ്പോൾ എങ്ങനെയാണ് പനി ഉണ്ടാകുന്നത്? ഒരു വീട്ടിലൊരു വൈറസ്, കൊറോണ വൈറസോ ഒക്കെ വന്നാലും ഇതെല്ലാം എയർ വഴി സ്പ്രെഡാകുന്ന കൊറോണയും ഫ്ലൂവും ഒക്കെ പോലുള്ള സാധാരണ ജലദോഷപ്പനി വൈറസുകൾ. ഡെങ്കിയൊക്കെ പോലുള്ളത് കൊതുക് ബൈറ്റ് വഴിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൈറസ് വന്ന് ഭയങ്കര സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസും സോഡിയവും മറ്റു ചില ഘടകങ്ങളും അവന് ഉപയോഗിക്കും തീർച്ചയായും. അപ്പോൾ ഈ 5 മണിക്കൂറിലും 2.5 മണിക്കൂറിലും ഗ്ലൂക്കോസ് കുറയുന്ന പ്രത്യേകതയുള്ള വ്യക്തികളിൽ അവരുടെ ബ്രെയിനിന് ഈ വൈറസ് വന്ന് ഗ്ലൂക്കോസ് ഇങ്ങനെ താഴ്ത്തുമ്പോൾ, രക്തത്തിൽ നിന്ന് കൊള്ളയടിക്കുമ്പോൾ ബുദ്ധിമുട്ട് നേരിടും. പ്രിമിറ്റീവ് റെസ്പോൺസ് എന്നുള്ള നിലയ്ക്ക് പുള്ളി ആദ്യം ട്രൈ ചെയ്യാൻ സാധ്യത ടെമ്പറേച്ചർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ രക്തത്തിലേക്ക് റിലീസ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടി നിർത്തി ആ വൈറസിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനോ പുള്ളിയുടെ പ്രവർത്തനത്തെ സ്ലോ ആക്കാനോ നശിപ്പിക്കാനോ നോക്കുകയാണ്. ഇതാണ് ഫീവർ. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ 6 പേർക്ക് ഈ വൈറസ് വന്നാലും എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളല്ല, എല്ലാവർക്കും പനിയില്ല. ചിലർക്ക് മേലുവേദന ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ രക്തത്തിൽ കൂടുതലെങ്കിൽ അവർക്ക് മേലുവേദന ഉണ്ടാവും. അപ്പോൾ പനി, ജലദോഷം, തൊണ്ടവേദന, തൊണ്ടയിരപ്പ്, റെസ്പിറേറ്ററി വൈറസുകളെ കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് തുടക്കത്തിൽ. ഡെങ്കിനെ കുറിച്ച് പറയാം, ഡെങ്കി പോലെയുള്ള വൈറസുകളെ കുറിച്ച് പറയാം. അപ്പം മൂക്ക് തൊണ്ട വഴി വന്നു, അപ്പോൾ അവിടെ ഡെപ്പോസിറ്റായി അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക്, ലങ്സിലേക്കൊക്കെ അവർ പോകാൻ ശ്രമിക്കുകയാണ്, കൂടുതൽ ഓക്സിജൻ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ പ്രൈമറി അറ്റാക്ക് നമ്മുടെ ഡിഫെൻസീവ് സിസ്റ്റം, ആർമിയുടെ വെളുത്ത രക്താണുക്കളുടെ WBCയുടെ വരിക മൂക്കിലേക്ക്, തൊണ്ടിലേക്ക്, അങ്ങോട്ടേക്ക് അവർ കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അങ്ങോട്ടേക്ക് കൂടുതലായി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ, രക്തത്തിൻ്റെ ഒഴുക്ക് കൂടുമ്പോൾ മൂക്കിന് അടപ്പ്, മൂക്കിൽ നിന്ന് വെള്ളം പോലെ സീപ്പോട്ട് ചെയ്ത് കൂടുതൽ എക്സസ് ആയിട്ടുള്ള ഇത് വരിക. തൊണ്ടയിൽ വൈറസ് വന്നിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് അറ്റാക്ക് നടത്തുമ്പോൾ തൊണ്ടവേദന, തൊണ്ടയിരപ്പ്, ടെമ്പറേച്ചർ കൂട്ടാൻ ശരീരം ശ്രമിച്ചാൽ പനി, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ചില വ്യക്തികളിൽ ഈ പ്രതികരണം അത്ര, ഞാൻ പറയട്ടെ, ഈ ഏരിയയിൽ, ഈ ചുറ്റുവട്ടത്തുള്ള വൈറസുകളൊക്കെ നമ്മുടെ ഒരു 30-40-50 വയസ്സുള്ളൊരു വ്യക്തിയുടെ ശരീരം, ബ്രെയിനും ഇമ്മ്യൂൺ സിസ്റ്റവും കണ്ട് പരിചയിച്ചാണെങ്കിൽ പൊതുവെ ഇങ്ങനെയുള്ള ധൃതി പിടിച്ചുള്ള പ്രിമിറ്റീവ് റെസ്പോൺസുകൾ കുറവായിരിക്കും. ആദ്യത്തെ 2-3 ദിവസം ഈ സിംറ്റംസൊക്കെ ആയിട്ട് നിന്നിട്ട് 1-2-3 ദിവസം
തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കിടക്കും. ഈ പ്രതികരണം കൊണ്ടൊന്നും വൈറസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി. അതാണ് ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ ആകുമ്പോഴത്തേക്കും ക്ഷീണം ഒഴികെയുള്ള സിംറ്റംസ് കുറഞ്ഞു തുടങ്ങും. ക്ഷീണം വൈറസ് വന്ന് ഗ്ലൂക്കോസും സോഡിയവും കൊള്ളയടിക്കുന്നതിൻ്റെ. മറ്റ് സിംറ്റംസ് എല്ലാം അല്ലെങ്കിൽ സയൻസൊക്കെ നമ്മുടെ പ്രതികരണങ്ങളാണ്. പുറം നടുവേദനകൾ, മസിൽ വേദനകൾ, തലവേദന, പനി, ഇതൊക്കെ, ജലദോഷം, തുമ്മൽ, ചുമ, ഇതെല്ലാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും വൈറസിനെ കൺട്രോളിലാക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇമ്മ്യൂൺ റെസ്പോൺസിലേക്ക്, ആൻറ്റിബോഡി റെസ്പോൺസിലേക്ക് ശരീരം പോകുന്നത്. ഇതാണ് ഒരു സാധാരണ ഫീവറിൽ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷനിൽ, എസ്പെഷ്യലി റെസ്പിറേറ്ററി ട്രാക്ട് വഴി കയറുന്നതിൽ സംഭവിക്കുന്നത്. പണ്ട് നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ ഒരുപാട് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റിലേറ്റീവ്ലി കുറവാണ്. കഴിഞ്ഞ 3, 4, 5 വർഷമായിട്ട് 2017 ശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാലാവസ്ഥാ മാറ്റങ്ങളും മറ്റു ചില കാര്യങ്ങളും വേൾഡ് വൈഡ് ഇമിഗ്രേഷനും യാത്രകളും ഒക്കെ കൂടിയും കാലാവസ്ഥയിലും മറ്റു കാര്യങ്ങളിലും പല വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് വൈറസുകളാണ് ഇപ്പോൾ പ്രീഡമിനൻ്റ് ആയിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം പനി, ജലദോഷം, തൊണ്ടവേദന, തൊണ്ടയിരപ്പ്, കുത്തി ചുമയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലർക്കും ഡോക്ടർമാരിപ്പോഴും മുമ്പത്തെ പോലെ തന്നെ ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം എഴുതുന്നത്. ഇറ്റ് വിൽ നോട്ട് വർക്ക്. തന്നെത്താൻ 5 ദിവസം കൊണ്ട് കുറയുന്ന ചുമയും പനിയും ജലദോഷവും ഈ പറഞ്ഞ രീതിയിൽ തന്നെ കുറയും. അല്ലെങ്കിൽ രണ്ടാമത്തെ കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് 8 ദിവസം ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തന്നെ കുറയും. ഇത് സംഭവിക്കുന്നത്. അത് മാറാൻ നിൽക്കുന്നവരുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിനി കൂടുതലോ ഇസിനോഫീലിയ കൂടുതലുള്ളവരോ വീട്ടിലെ ഭിത്തിയിൽ പൂപ്പലോ ഫംഗസോ അന്തരീക്ഷത്തിലുള്ളവരോ ഒക്കെയാണ് ചുമ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യം. ശരിക്കും വേണ്ടത് വൈറസ് ഇറ്റിയോളജിയാണ് സംശയിക്കുന്നത്. നിങ്ങളതാണ് സംശയിക്കേണ്ടത് 90% കേസുകളിലും ഇപ്പോഴത്തെ കേസിൽ. അപ്പം അതിന് അനുസൃതമായ ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കേണ്ടത്. സെക്കൻഡറി ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ കഫത്തിന് നിറവ്യത്യാസം ഉണ്ടാകാം. സൈനസൈറ്റിസ് സെക്കൻഡറി ഇൻഫെക്ഷനായിട്ട് ഡെവലപ്പ് ചെയ്യാം. സൈനസൈറ്റിസ് അപ്പോൾ സൈനസ് ടെൻഡർനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലങ്സിൽ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെസ്റ്റിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ ഡോക്ടർക്ക് പിടികിട്ടാം. സെക്കൻഡറി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഫ്ലൂ പോലുള്ള വൈറസ് ഇൻഫെക്ഷൻസിന് വളരെ കോമണാണ്. ഏതാണ്ട് 5-ൽ ഒരാൾക്ക് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏത് പനി കേസിലും 4-ാമത്തെ ദിവസം സിംറ്റം ഇല്ലെങ്കിൽ പോലും, സിംറ്റമോ സൈനോ ഒന്നും ഇല്ലെങ്കിൽ പോലും യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഏത് പനിയിലും പേഷ്യൻ്റ് വന്നപ്പോൾ പലപ്പോഴും നമ്മളുടെ അടുത്ത് ഡോക്ടറുടെ അടുത്തോ നഴ്സിൻ്റെ അടുത്തോ സൂചിപ്പിക്കുന്നത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പനി തുടങ്ങിയിട്ട് 4 ദിവസമായിട്ട് അവർ 2 ദിവസമായിട്ടെന്നായിരിക്കും പറയുക. അപ്പം കൗണ്ട് സംശയം തോന്നിയാൽ കൗണ്ട് ആദ്യമേ തന്നെ ചെയ്യിക്കുക. 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനും നിർദ്ദേശിക്കുക. പിന്നെ ഫീവർ ഒരു പ്രോട്ടോക്കോൾ എന്നുള്ള നിലയ്ക്ക് ഈ വൈറസ് വന്ന് ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്നതിൻ്റെ ശരീരം പ്രതിക്കാനുള്ള ഫീവർ അല്ലെങ്കിൽ പനി, ഈ രീതിയിലുള്ള പനി, ഇത്തരം ഇൻഫെക്ഷൻസിൽ, വൈറസ് ഇൻഫെക്ഷൻസിൽ അപ്പം ഓരോ 2.5 മണിക്കൂറിലും ഗ്ലൂക്കോസ് ഓൾറെഡി നമുക്ക് താഴുന്നത് ഇയാളുടെ കൊള്ളയടി കാരണം കൂടുതൽ ശക്തമാകുമ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്ന ബ്രെയിൻ റിലീസ് ചെയ്യുന്ന രാസവസ്തുക്കളാണ് പനിക്കും മറ്റ് ഇത്തരം സിംറ്റംസിനും കാരണമാകുന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ 2.5 മണിക്കൂർ താഴെയായിരിക്കും ഓരോ 2 മണിക്കൂറിലും എന്തെങ്കിലും ലിറ്റിൽ ബിറ്റ് സംതിങ് പേഷ്യനെ കൊണ്ട് കഴിച്ചാൽ. പലപ്പോഴും ഗ്യാസ് പ്രശ്നം കൂടിയിട്ടോ, ഇപ്പോൾ ഫ്ലൂ പോലുള്ള ഇൻഫെക്ഷൻസിൽ ആളുകൾക്ക് ഗ്യാസ് പ്രശ്നങ്ങൾ വളരെ കൂടുതൽ. അപ്പം ഭക്ഷണം ഇറങ്ങില്ല. 2 നെഞ്ച് പുറം വേദനകൾ കൂടുതലാണ്. ക്ഷീണം പലപ്പോഴും ഒരു വലിയ ഹാൾമാർക്കായിട്ട് വരും. ഗ്ലൂക്കോസ് സ്പീഡ് കൂടിയ വൈറസ് വളരെ സ്പീഡ് കൂടിയ ഫ്ലൂവോ ഡെങ്കിയോ ഒക്കെ പോലുള്ള വൈറസുകൾ വരുമ്പോൾ, കൊറോണ പോലുള്ള വൈറസുകൾ വരുമ്പോഴാണ് ഇത്രയും ക്ഷീണം വരുന്നത്. ഗ്ലൂക്കോസും സോഡിയം ആവാൻ അത്രയും സ്പീഡിൽ മറ്റ് സാധാരണ വൈറസുകൾക്ക് 100-ഓ 1000-ഓ ഒക്കെ മടങ്ങ് സ്പീഡിൽ കൊള്ളയടിക്കുമ്പോഴാണ് കിടക്കാൻ തോന്നുന്ന പോലത്തെ ക്ഷീണം ഉണ്ടാവുന്നത്. മസിൽ വേദനകളും അതെ, ഗ്ലൂക്കോസും സോഡിയം കുറയുമ്പോൾ മസിലിന് നെർവിന് ആവശ്യം ഗ്ലൂക്കോസും സോഡിയം കിട്ടാതെ വരുമ്പോൾ മസിലിൻ്റെ നെർവിൻ്റെ നീർക്കെട്ട് എന്ന് പറയാവുന്ന വേദനകൾ കൂടും. കോസ്റ്റോകോൺഡ്രൈറ്റിസ് അഥവാ വാരിയലിൻ്റെ നീർക്കെട്ട്. അതിനാണ് പലരും ECG എടുക്കപ്പെടുന്നത്. ഇവിടെ വാരിയലിൻ്റെ ഈ ഭാഗങ്ങൾ താഴെ പക്കൻ്റെ എന്താ പറയുക ഫ്ലാങ്സിൻ്റെ ഇവിടെയായിട്ടൊക്കെയുള്ള പെയിൻ, സ്കാപ്പുല ബോർഡറിൽ, തോളലിൻ്റെ ബോർഡറിലായിട്ടുള്ള വേദന. അപ്പം അത് ഭക്ഷണവും ശരിയാക്കി അത്യാവശ്യത്തിന് മാത്രം മരുന്നിടുക. പലപ്പോഴും വൈറൽ ഫീവറുകളിൽ പാരസെറ്റമോൾ പോലും കൂടുതൽ കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്, ഡെങ്കിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം സൂക്ഷിച്ച് മാത്രമാണ് മരുന്ന് നിർദ്ദേശിക്കാൻ പാടുള്ളൂ. വേദനയുടെയൊക്കെ മരുന്നാണ് 1 ഡോസൊക്കെ കൊടുക്കേണ്ടുള്ളൂ പേഷ്യൻ്റ്, അത്രയ്ക്ക് അസഹ്യമായിട്ട്. പ്ലസ് ഈ 2.5 മണിക്കൂറിലെ പ്രശ്നം പരിഹരിക്കുക. ഓരോ 2 മണിക്കൂറും കൂടുമ്പം 2 ദിവസത്തേക്ക് എന്തെങ്കിലും ലിറ്റിൽ ബിറ്റ് സംതിങ്, ഒരു തിൻ സ്ലൈസ് മുള്ളരിയോ ക്യാരറ്റോ പേരയ്ക്കയോ ആപ്പിളോ അതല്ലെങ്കിൽ 1-2 ഏത്തപ്പഴം നുറുക്കോ
ഡയബറ്റിക് അല്ലാത്തവർക്ക്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി 2 വീതമോ എന്തെങ്കിലുമൊക്കെ ലിറ്റിൽ ബിറ്റ് സംതിങ് ഓരോ 2 മണിക്കൂറിൽ. ഡെങ്കി പോലെ കൂടുതൽ റിസ്ക് ഉള്ള ഫീവർ സംശയിക്കുകയാണെങ്കിൽ ഈ 2 മണിക്കൂർ പ്രോഗ്രാം ഓരോ മണിക്കൂർ പ്രോഗ്രാമാക്കി കൂട്ടുക. കാരണം ഡെങ്കിയിൽ അത് ചിലപ്പോൾ വേണ്ടി വരും. ഡെങ്കിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡെങ്കി കൊതുക് കുത്തിയിട്ട് വരുന്നതാണ്, റെസ്പിറേറ്ററി വൈറസ് അല്ല. പക്ഷേ ഡെങ്കിയും സ്പീഡ് കൂടിയ വൈറസാണ്. പ്ലസ് ഡെങ്കി വൈറസിൻ്റെ ശരീരഘടന പ്ലേറ്റ്ലെറ്റിനോട് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനോട് കുറച്ച് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് 3rd ഡേ 4th ഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻറ്റിബോഡി റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈറസിനെതിരെ വിടുന്ന രാസവസ്തുക്കളും ഒക്കെ ഗ്ലൂക്കോസ് കൊള്ളയടിക്കുന്ന ബ്രെയിനിന് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ശക്തമായ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വൈറസിനെതിരെ ഡെങ്കി വൈറസിനെതിരെ വിടുന്ന രാസവസ്തുക്കൾ ഡെങ്കി അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെയും ഡിസ്ട്രോയ് ചെയ്യാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ സ്റ്റഡി ആക്കിയാൽ നമ്മൾ പല ആളുകളും നാട്ടിൽ പപ്പായയും കപ്ലങ്ങ അഥവാ പപ്പായ, ഓമയ്ക്ക അല്ലെങ്കിൽ കിവി, പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ മാക്സിമം അടിച്ച് കയറ്റി പലപ്പോഴും അത് കഴിച്ചതിൻ്റെ ബലത്തിൽ രക്ഷപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അങ്ങനെയുണ്ട്. എന്ത് സംഭവിക്കുന്നത്, അവർ കറിയായിട്ടും പഴമായിട്ടും തല്ലിപ്പഴിപ്പിച്ചാണെങ്കിലും മാക്സിമം ഇത് കഴിച്ച് കയറ്റും അതിനെന്തോ ഔഷധ ഗുണമുണ്ടെന്നുള്ള ധാരണയിൽ. ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ മെത്തേഡ് അവലംബിക്കുമ്പോഴും ഗ്ലൂക്കോസ് ലെവൽ ഈസ് ഗെറ്റിംഗ് കറക്റ്റഡ് സ്റ്റഡീഡ്. അപ്പം ബ്രെയിന് അമ്പെയ്ത്ത് പരിപാടി ബ്രെയിൻ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യും. പിറ്റേ ദിവസം തൊട്ടുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രോയിഡ് ആവില്ല. അപ്പോൾ 1.5 ദിവസം കൊണ്ട് ഏത് ഡെങ്കിയും നമുക്ക് ക്ലിയർ ആക്കാം. ഈ 2 മണിക്കൂർ പരിപാടി അല്ലെങ്കിൽ 1 മണിക്കൂർ പരിപാടി ആരംഭിച്ച് ഡെങ്കി ആണെങ്കിലും സാധാരണ വൈറൽ ഫീവറിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഏത് ഫീവറിലും ഈ 2 മണിക്കൂർ പരിപാടി ഡെങ്കി സംശയിക്കുന്ന കേസുകളിൽ ക്ലിനിക്കലി ഡോക്ടർക്ക് സംശയം തന്നെ 1 മണിക്കൂർ പരിപാടിയാക്കി ചുരുക്കുക. ഇത് ചെയ്യാൻ പറ്റാത്തൊരു സമയമുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും വൈറസ് വിൽ ബി ആക്റ്റീവ്. ഡെങ്കി ആവട്ടെ ഈ പറഞ്ഞ റെസ്പിറേറ്ററി വൈറസുകളാവട്ടെ അവർ ആക്റ്റീവ്. ഇപ്പോൾ വരുന്ന വൈറസുകൾ പണ്ടത്തെക്കാളും 100 തൊട്ട് 2000 വരെ മടങ്ങ് സ്പീഡ് കൂടിയ വൈറസുകളാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് അവർക്കെതിരെ നമുക്ക് കാര്യം ഇമ്മ്യൂണിറ്റി ഇല്ല. ഫ്ലൂ ഉൾപ്പെടെയുള്ള ഇൻഫെക്ഷൻസ് ഇതിലുണ്ടാകാം. അവർക്കെതിരെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഒന്ന് പോയാൽ അടുത്ത ആഴ്ച വീണ്ടും വരാനുള്ള സാധ്യത ആക്ച്വലി കൂടുതലാണ് വന്നുപോയവർക്ക്. കാരണം അവർ തൊണ്ടയിലും റെസ്പിറേറ്ററി ട്രാക്ട്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആവട്ടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിൻ്റെയൊക്കെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിക് മുറിവുകൾ മാറിയിട്ടുണ്ടാവില്ല. അപ്പം പുതിയ വൈറസിന് എളുപ്പത്തിൽ കയറി പറ്റാൻ പറ്റും. ലോക്കൽ ഇമ്മ്യൂണിറ്റിയും സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റിയും ഡൗൺ ആയിരിക്കും 2 ആഴ്ചത്തേക്കെങ്കിലും, കുഞ്ഞുങ്ങളിൽ 3 ആഴ്ച വരെയൊക്കെ. അതുകൊണ്ടാണ് പിന്നെയും വന്നു മാറി പിന്നെയും വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫീവറിൻ്റെ അടിസ്ഥാനം ഇതാണ്, മെയിലിൻ്റെ അടിസ്ഥാനം. ക്ഷീണം മാത്രം ഡിഫറൻ്റാണ്. ഈ ക്ഷീണം ആക്ച്വലി സോഡിയം കുറയുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ചിലർക്ക് ആ സമയത്ത് തലകറക്കം, സോഡിയം പ്രശ്നമുള്ളവർക്ക് സോഡിയം പ്രശ്നം വഴ്സാവുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ ആവശ്യമെങ്കിൽ സോഡിയത്തിൻ്റെ ടാബ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രോഗ്രാം പ്ലസ് ഓർ മൈനസ്. ഞാൻ പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിൽ ഊർജ്ജത്തിൻ്റെ റിക്വയർമെൻറ്റ് പൊതുവേ കുറവാണ്, പക്ഷേ വൈറസ് വിൽ ബി സ്റ്റിൽ ആക്റ്റീവ്. അപ്പം ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാകുന്ന ഒരു 4th ഡേ വരെ നമുക്കൊന്ന് പിടിച്ച് വെക്കണമെങ്കിൽ 1 hour പ്രോഗ്രാം അല്ലെങ്കിൽ 2 hour പ്രോഗ്രാം ഡേ ടൈമിൽ ചെയ്യുന്നതോടൊപ്പം വെളുപ്പിനെ 2 to 4 AM ഒരു പർട്ടിക്കുലർ സമയമാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പനി പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും. ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു, പീഡിയാട്രിഷ്യൻ കണ്ടു മരുന്ന് കഴിച്ചു, പക്ഷേ പനി പെട്ടെന്ന് തുള്ളിപ്പനിക്കുന്നുള്ള പനിയോ തലവേദനയെ തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, ഛർദിയൊക്കെ വരാം 2 to 4 AM ആ വെളുപ്പം കാലത്ത്. അപ്പോൾ ഒരു 1:30 അലാം വയ്ക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ഡോസ്, ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഞാലിപ്പൂവിൻ്റെ ഒരു ചുരുണ്ടോ ഒരു ആപ്പിളിൻ്റെ ചുരുണ്ടോ കഴിപ്പിക്കുക. അവർ ബെറ്റർ ആയിരിക്കും. അപ്പോൾ പനിയെ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ വരുന്ന വൈറസ് ഫീവറുകളെ മറികടക്കാൻ. വരുന്നത് 90% കൂടുതൽ വൈറസ് ഫീവറാണ്. ആൻറ്റിബയോട്ടിക് തുടക്കത്തിലേ വേണ്ടിയിരുന്ന ഇൻഫെക്ഷൻസ് കുറവാണ്. ഇനി ഇത്തരം വൈറൽ ഫീവറുകൾ, പ്രത്യേകിച്ച് ഫ്ലൂ പോലുള്ള ഇൻഫെക്ഷൻസിൽ അതിൻ്റെ മറവിൽ ഒരു 1/5 കേസുകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും. എന്തുകൊണ്ട്? ആർമി WBC അഥവാ വെളുത്ത രക്താണുക്കൾ അഥവാ നമ്മുടെ ആർമി ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലങ്സിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ യൂറിനറി ബ്ലഡിൽ എപ്പോഴും ചെറിയ തോതിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകാം. അപ്പം അവരെ ചെക്കിൽ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആർമിയാണ്, വെളുത്ത രക്താണുക്കൾ. അപ്പോൾ അത് ആ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ അവർ പ്രൊലിഫറേറ്റ് ചെയ്യുന്നു. പലപ്പോഴും സൈലൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ ഫ്ലൂവോ ഇത്തരം സ്പീഡ് കൂടിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിലോ വൈറൽ ഫീവറുകളിലൊക്കെ കാണുന്നത്. എന്തുകൊണ്ട് സൈലൻറ്റ്? ഇപ്പം കാട്ടിൽ ആളുകൾ കഞ്ചാവ് കൃഷി നടത്തിയാലും നമ്മളറിയുന്നില്ലല്ലോ. പോലീസോ പട്ടാളമോ ആർമിയോ ഒക്കെ ചെന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് പുകയും വെടിയും നീർക്കിട്ടുന്ന സിറ്റുവേഷൻ സംജാതമാകുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലൂ പോലുള്ള അല്ലെങ്കിൽ സ്പീഡ് കൂടിയ വൈറൽ ഫീവറുള്ള ഡെങ്കിയിലൊക്കെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടിയിരിക്കുന്ന സൈനസൈറ്റിസ് വരാം, ലെങ്ങിൽ തന്നെ ഇൻഫെക്ഷൻ വരാം. പക്ഷേ ഇതിനേക്കാളെല്ലാം കൂടുതൽ ഇത്തരം വൈറൽ ഫീവറുകൾ, സ്പീഡ് കൂടിയ വൈറൽ ഫീവറുകളിൽ കൂടുതൽ ദൂരെയുള്ള യൂറിനറി ബ്ലാഡറിലെ സൈലൻ്റ് ആയിട്ടുള്ള, മിക്കപ്പോഴും സൈലൻ്റാണ്, എന്നുവെച്ചാൽ വലിയ ലക്ഷണമൊന്നും ഉണ്ടാവില്ല, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് പ്രായം ചെന്നവരിലേക്കാണ് ഇത് അറിയാതിരുന്നാൽ, ലക്ഷണങ്ങൾ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അറിയാതിരുന്നാൽ അടുത്ത ആഴ്ച ഒരാഴ്ചക്കൊക്കെ വൈകി കഴിഞ്ഞാൽ അത് കിഡ്നിയിലേക്കൊക്കെ കയറി അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസോ അക്യൂട്ട് ഓൺ ക്രോണിക് ഡിസീസോ ക്രിയേറ്റിൻ പ്രശ്നമൊക്കെ ആയിട്ട് ICU അഡ്മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ വേണ്ടി വരാം. ഇത്തരം കേസുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ പനിയിൽ സംഭവിക്കുന്നത് ബേസിക്കലി ഇതാണ്. ഇപ്പം നമ്മൾ ആ 1 മണിക്കൂർ, എന്തുകൊണ്ട് ഹോമിയോയിലെ പല മരുന്നുകളും കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് എഫക്റ്റീവ് അല്ലേ? ഉരുളൻ ഗുളികയിൽ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പം 6 നേരമൊക്കെ ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ കൊടുക്കുമ്പോൾ ഈ 2.5 മണിക്കൂറിന് അടുത്താണ് ടെമ്പറേച്ചർ 3 ദിവസം ആകുമ്പോഴത്തേക്കും ശരീരം തന്നെ ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ട് ഇത്തരം വൈറസ് ഇൻഫെക്ഷൻസിനെ കൺട്രോളിലാക്കുകയും ചെയ്യാൻ തുടങ്ങും. ക്ഷീണം മാത്രം വൈറസ് ക്രിയേറ്റ് ചെയ്യുന്ന, ബാക്കി സിംറ്റംസ് എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണമാണ്. അപ്പം ഇതിന് മറികടക്കാനുള്ളത് മാർഗ്ഗം ഇതാണ്. പിന്നെ ഫ്ലൂ പോലുള്ള ഇപ്പോൾ വരുന്ന പല ഇൻഫെക്ഷൻസിൽ ഗ്യാസ് കൂടിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഗ്യാസിൻ്റെ ഗുളിക എന്ന പേരിൽ അറിയപ്പെടുന്ന പാൻഡോപ്രസോളോ ഓംപ്രസോളോ ഒന്നും കഴിച്ചിട്ടും കുറയുന്നില്ല. ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ അത് എഫക്റ്റീവായി കാണുന്നുണ്ട്. അതിന് കാരണം അത്തരം വ്യക്തികൾ ചെറിയ തോതിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൂടെ ഉള്ളവർ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റോടെ ഒരു ഇഞ്ചക്ഷൻ ഈ രീതിയിൽ PPIs ഏതെങ്കിലും കൊടുത്തിട്ട് ചെറിയ തോതിൽ, ഒരുപാട് മരുന്നുകൾ പറ്റത്തില്ലല്ലോ, ഒരു ഗ്യാസ് ഫോമിങ് ബാക്ടീരിയയെ കൺട്രോളാക്കാനുള്ള റിഫാക്സിൻ പോലുള്ള മരുന്നുകൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ കൊടുത്താൽ ബെറ്റർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒപ്പം ഗ്യാസിൻ്റെ വലിയ പീസുകൾ ചെറിയ ബബിൾസാക്കി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളിലായിട്ട് കാർമിസൈഡ് അല്ലെങ്കിൽ വലിയ നമ്മുടെ ആൻറ്റാസിഡ് സിറപ്പുകളും കൊടുത്താൽ കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇതുകൊണ്ടാണ് അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡെങ്കി പോലുള്ള ഇൻഫെക്ഷൻസിൽ കുറയുന്നതിൻ്റെ കാരണവും പപ്പായും പാഷൻ ഫ്രൂട്ടും കീഴും പലപ്പോഴും രക്ഷപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. പക്ഷേ ചില വ്യക്തികളുടെ ബ്രെയിൻ വാശിക്കാരായിരിക്കും. അവർ നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്നു കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും വൺസ് അമ്പെയ്ത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്പെയ്ത്ത് ഉദ്യമത്തിൽ നിന്ന് അവർ പിന്തിരിയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, ഒരു 1-2% വ്യക്തികളിൽ നമ്മൾ ICUയിൽ അഡ്മിറ്റാക്കി പ്ലേറ്റൽ ട്രാൻസ്ഫ്യൂഷൻ കൊടുത്താൽ പോലും അമ്പെയ്ത്ത് പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. ആൾ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. ഇതാണ് ഒരു ഫീവറിൽ, ഡെങ്കിയിലും ഇപ്പോഴത്തെ സ്പീഡ് കൂടിയ റെസ്പിറേറ്ററി അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻസിലും സംഭവിക്കുന്ന. ആൻറ്റിബയോട്ടിക് വേണ്ടത് കഫത്തിന് വ്യത്യാസം കാണുക, സെക്കൻഡറി ആയിട്ട് സൈനസൈറ്റിസ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുക, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഒരു പ്രൈമറി പ്രോട്ടോക്കോൾ എന്നുള്ളതിലേക്ക് ആദ്യത്തെ 2 ദിവസത്തേക്ക് 1 hour പ്രോഗ്രാം അല്ലെങ്കിൽ 2 hour പ്രോഗ്രാം +/- 1.5-2 മണി വെളുപ്പം കാലത്ത് ഉള്ള ചോക്ലേറ്റേഷനോ അല്ലെങ്കിൽ ലിറ്റിൽ ബിറ്റ് സംതിങ് എന്തെങ്കിലും, അത് ഏത് ഡെങ്കിനെയും നമുക്ക് പ്രതിരോധിക്കാൻ ഈസി ആയിട്ട് മറികടക്കാൻ 1.5-2 ദിവസം കൊണ്ട് പറ്റും. പ്ലസ് യൂറിൻ ടെസ്റ്റ് നിർബന്ധമായും 3rd day or 4th day ചെയ്യുക. കൗണ്ട് കാര്യം, പേഷ്യൻ്റ് വലിയ സിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊന്നും ചെയ്യരുത്. 3rd day or 4th day പനി നീണ്ടു നിന്നാലോ, ക്ഷീണം കാര്യമായിട്ട് നീണ്ടു നിന്നാലോ, തലവേദന കാര്യമായിട്ട് നീണ്ടു നിന്നാലോ ഒക്കെ ചെയ്യാൻ പറയുക. സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യുക. 2 ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനും പ്രത്യേകം പറയുക.